ഹലോ ഹായ് അസ്സാം വലൈക്കും. ഷാനീസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ടോ. ഒന്നാമത് തീരെ സമയം കിട്ടുന്നില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് സന്തോഷമുള്ളൊരു കാര്യം നടന്നപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ സ്റ്റാളിൻ്റെ ഒരു സ്നാക്സിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറിയ ഷോർട്സൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അറിയായിരിക്കും. അപ്പം നമുക്ക് ആ സ്റ്റാള് അവിടെ ഫുട്പാത്തിൽ വെക്കാനുള്ള അനുമതി ഇല്ല കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത് കേട്ടോ. അപ്പം ഈ സ്ഥലത്തിൻ്റെ ഓണറോട് ചോദിച്ചപ്പോൾ അവർ ഇവിടെ ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. ചെറിയൊരു റെൻറ്റിനാണ് കേട്ടോ. അപ്പം നമ്മൾ മാസത്തിൽ ചെറിയൊരു വാടക കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ആ സ്ഥലം നമ്മൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സ്റ്റാൾ ഇതാ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അതിൻ്റെ ഓണർ അവിടുന്ന് എടുത്തൊഴിവാക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. അവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഫുട്പാത്തിൽ വെച്ച സമയത്ത് അവിടെയും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം റെഡിയായപ്പോൾ അതാ അവിടേക്ക് മാറ്റാൻ കേട്ടോ. ഈ ഒരു സ്റ്റാൾ ഞാനും നെജും കൂടെ, എൻ്റെ ഫ്രണ്ട് നെജും കൂടെയാണ് ഈ ഒരു സ്റ്റാൾ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അവളെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡും അതുപോലെ അവരെ ഫ്രണ്ട്സൊക്കെ കൂടെ കൂടിയിട്ട് രാത്രി 10 മണിക്ക് ശേഷമാണ് ഇതൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ അതാ ഇവിടേക്ക് ഈ ഒരു സ്റ്റാൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അവിടെ മണ്ണും ഇതൊക്കെ ആയിട്ട് അവിടെ നിന്ന് റെഡിയാക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു അവിടെ ഒന്ന് കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് കല്ലുകൊണ്ട് കെട്ടി കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് വെക്കുകയായിരിക്കും നല്ലത്. നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയാണ്, അപ്പോൾ നല്ലത് നീറ്റിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ഇത് ചെയ്യാനുണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ അതാ രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ കല്ലൊക്കെ വെച്ച് കെട്ടി ഇവർ തന്നെയാണ് കോൺക്രീറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതാ രാത്രി എല്ലാവരും കൂടെ കൂടി ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഈ ഒരു രീതിയിലേക്ക് മാറുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. നമ്മൾ ചെറിയൊരു രീതിയിൽ നമ്മൾ സ്റ്റാള് മസ്ക ബണ്ണുമായിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ സ്നാക്സൊക്കെ വെക്കൽ തുടങ്ങി. അങ്ങനെ അൽഹംദുലില്ലാ നമുക്ക് സ്ഥിരം കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് നമുക്ക് ഈ ഒരു ഫുട്പാത്തിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളൊരിത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വന്നത് കേട്ടോ. അപ്പം പിന്നെ ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ ഒരാളെ സ്ഥലത്ത് നമ്മൾ സൈഡിലായിട്ട് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അവിടുന്നും അവർ പറഞ്ഞു നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല, അത് എടുത്തൊഴിവാക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോൺക്രീറ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ രാത്രി 1 മണിയായപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് പോയത് കേട്ടോ. പിന്നെ പകൽ നമ്മൾ വന്ന് ഇതൊക്കെ ഒന്ന് സ്റ്റിക്കർ നമ്മൾ ഫ്ലെക്സൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചായ സ്പോട്ടിൽ നിന്നാണ് ഈ ഒരു ഇതിന് കൊടുത്തത്. ചായ സ്പോട്ട് നട്ട കൊടുത്തത്. അതായത് എന്ന് പറഞ്ഞാൽ നെജു, എസ് എന്ന് പറഞ്ഞാൽ ഷാനി, ആ ഒരു നെയിമാട്ടോ കൊടുത്തത്. അപ്പോൾ നമ്മൾ അസറിന് ശേഷം ചെറിയ രീതിയിൽ ഉദ്ഘാടനം ഒന്നായിട്ടില്ല, ചെറുതായിട്ട് വരുന്നവർക്കൊരു പായസം, നമ്മുടെ ഒരു സന്തോഷത്തിന് ചെറിയൊരു പായസം വെച്ചിട്ടുണ്ടായിരുന്നു. മധുരം കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉദ്ഘാടനമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു ആർഭാടാക്കുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥിരമുള്ള കസ്റ്റമേഴ്സ് വരുന്നവർക്ക് നമ്മൾ ചെറിയൊരു പായസം കൊടുക്കാൻ വിചാരിച്ചു, അത്ര തന്നെ കേട്ടോ. അപ്പം നമുക്ക് കൂടുതൽ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം നമ്മളൊന്ന് രാത്രി 1 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോകുന്നത്. പിന്നെ പകൽ നമ്മൾ അതേപോലെ രാവിലെ ഇറങ്ങിയിട്ട് 1 മണി ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പൊക്കെ ആക്കിയതിന് ശേഷം ഇവിടുന്ന് പോകുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയ സ്നാക്സ് ആട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചേ നമ്മൾ ആക്കിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മൾ അത്യാവശ്യം സ്നാക്സൊക്കെ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ കാണും ഞാനും നെജുവാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഇതിലാക്കിയതാണ് കേട്ടോ. നമ്മൾ രണ്ടാളും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് ഈ ഒരു സ്പോട്ടിലേക്ക് മാറിയപ്പോൾ നമുക്ക് കച്ചവടം ഉണ്ടാവുന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ അത്യാവശ്യം നല്ലോണം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ആളുകൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം നടന്നിട്ട് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവട്ടെ, നല്ല രീതിക്ക് തന്നെ പോകട്ടെ. എല്ലാവരും ദുആരിക്കുക. നമ്മൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ലായിരുന്നു, പക്ഷേ ചെറിയൊരു മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം. അപ്പോൾ എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, കാരണം നമുക്ക് സ്ഥിരമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വേറെ ചായക്കടയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറാൻ വേണ്ടി പറഞ്ഞപ്പോൾ നമുക്ക് ഒരു വഴിയും ഇല്ലായിരുന്നു, എന്ത് ചെയ്യും എന്നുള്ളതൊരു ഇതിലായിരുന്നു. പക്ഷേ പഠിച്ചാൽ നമുക്കൊരു വഴി കാണിച്ച് തന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആവുകയും ചെയ്ത് വിചാരിച്ചതിൽ ഉഷാറായിട്ട് നമുക്കവിടെ എന്താ പറയുക വെക്കാൻ വേണ്ടി പറ്റി കേട്ടോ. അപ്പം അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ വരാൻ പറ്റുന്നവർക്ക് നമ്മുടെ അടുത്തേക്ക് വരിക. നമ്മൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മൂയിക്കൽ നിന്ന് പറമ്പിൽ ബസാറിൽ പോകുന്ന റൂട്ടിൽ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഈ ഒരു സ്പോട്ട് വരുന്നത്. അപ്പം പറ്റുന്നവരൊക്കെ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മളടുത്ത് വരിക, ചായ കുടിക്കുക.
അപ്പോൾ അങ്ങനെ അപ്പം സർപ്രൈസ് ആയിട്ട് എൻ്റെ ആങ്ങളെയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വരുന്നത് നമ്മൾ തീരെ പ്രതീക്ഷിച്ചല്ല, നമ്മൾ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാട്ടോ അവർ. എൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ മുത്തച്ഛൻ, അങ്ങനെ എല്ലാവരും അത്യാവശ്യം ആളുകളൊക്കെ അറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരും ക്ഷണിച്ചിട്ടില്ല, പക്ഷേ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടോ, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകളുണ്ട്. ഇല്ല കേട്ടോ, കാരണം നമ്മൾ നല്ലൊരു പ്രവൃത്തി ചെയ്യുന്നൊരു വിശ്വാസം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ നെഗറ്റീവ് ഒന്നും നമ്മൾ മൈൻഡിലേക്ക് എടുക്കുന്നേ അല്ല, പോസിറ്റീവ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇൻഷാല്ല കൈയായിരിക്കും. ഈ സ്നാക്സിൻ്റെ പരിപാടി നമ്മൾ രാവിലെ തുടങ്ങുന്ന കാരണം നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഇൻഷാല്ല ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം യൂട്യൂബിൽ ഇപ്പോൾ തീരെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യലില്ല, ഇടയ്ക്കൊക്കെ ലൈവ് ഇടില്ല. ഇപ്പോൾ ലൈവ് ഇടുന്നില്ല, അപ്പോൾ കമൻറ്റിലൂടെ ഒക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തത്, ലൈവ് ഇടാത്തതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും ചെയ്യാത്തതിന് കാരണം അതാണ്. ഈ ഒരു സ്നാക്സിൻ്റെ പരിപാടി രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ നമ്മൾ തന്നെ ഇത് സെയിലും ചെയ്യുന്നത്. അപ്പോൾ 3 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ എത്തും വേണം. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനൊന്നും സമയമല്ല കേട്ടോ, നമുക്ക് ഭക്ഷണം കഴിക്കാനോട് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.